നമസ്കാരം. വംശീയ കലാപം തകർത്ത മണിപ്പൂരിലെ കാര്യങ്ങൾ ഇപ്പോഴത്തെ പോക്ക് കൈവിട്ട വിധത്തിലാണ്. മെയ്തി വിഭാഗത്തിലുള്ളവരെ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ച മണിപ്പൂർ കോടതി ഉത്തരവിനെ തുടർന്ന് 2023 മെയ് 3 വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഒരു വർഷം നീണ്ട സംഘർഷം 220-ലധികം ആളുകളുടെ ജീവൻ അപഹരിച്ചു. ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 10,000-കണക്കിന് ആളുകൾ ഭവനരഹിതരാക്കപ്പെട്ടു. എന്നാൽ ഈ കലാപം കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന സമീപനമായിരുന്നു മുഖ്യമന്ത്രി ബിരേൻ സിംഗ് സ്വീകരിച്ചത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട കേന്ദ്ര സർക്കാർ കൃത്യമായ നടപടി സ്വീകരിച്ചു. ഭരിക്കുന്നത് തന്റെ പാർട്ടിയായാലും നടപടിയെടുക്കുന്നതിൽ വിട്ടുവീഴ്ച നൽകാൻ മോദി സർക്കാർ ഒരുക്കമല്ല. അതാണ് മണിപ്പൂർ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ നടപടി ചൂണ്ടിക്കാട്ടുന്നത്. തന്റെ മുന്നിൽ അരങ്ങേറിയ അക്രമത്തിന് മുന്നിൽ കണ്ണടച്ചിരുന്ന സമീപനത്തെ കേന്ദ്രം നല്ല പണി തന്നെ തിരികെ നൽകി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബിരേൻ സിംഗിനെ നേരിട്ട് വിളിച്ച് സംസാരിച്ച് രാജിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. അതനുസരിച്ചാണ് മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും ഒഴിപ്പിച്ചെടുത്തത്. ഇതിന് പിന്നാലെ 5-ാം ദിവസമാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ മോദി സർക്കാർ തീരുമാനിച്ചത്. പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം അവസാനിച്ചതിനു പിന്നാലെയാണ് പ്രഖ്യാപനം വന്നത്. നിയമസഭ പിരിച്ചുവിട്ട് ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയാൽ ജനവിധി എതിരായിരിക്കുമെന്ന് മനസ്സിലാക്കിയാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. 2 നിയമസഭാ സമ്മേളനങ്ങൾ തമ്മിൽ 6 മാസത്തെ ഇടവേള പാടില്ലെന്ന ഭരണഘടനാ വ്യവസ്ഥ ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിലാണിത്. നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കേണ്ട 6 മാസത്തെ ഇടവേള വ്യാഴാഴ്ച അവസാനിച്ചിരുന്നു. 300ഓളം പേരുടെ ജീവനെടുത്ത മെയ്തി കുക്കി കലാപം കയ്യും കെട്ടി നോക്കി നിന്ന ബിരേൻ സിംഗ് BJP MLA-മാരുടെ പോലും വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സമവായം എളുപ്പമല്ലെന്നും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരനായ സംബിത് പത്ര കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു. സംസ്ഥാനത്തെ സ്ഥിതി വിശദീകരിച്ച ഗവർണർ അജയ് കുമാർ ഭല്ലവ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകിയിരുന്നു. ഭരണഘടനാ ചട്ടങ്ങൾ പ്രകാരം സർക്കാരിന് മുന്നോട്ടു പോകാനാവില്ലെന്ന് വ്യക്തമായതോടെയാണ് നടപടിയെന്ന് രാഷ്ട്രപതി ഭവൻ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കി. ക്രൈസ്തവ വേട്ട ലക്ഷ്യമിട്ടുള്ള BJPയുടെ വിഭജന രാഷ്ട്രീയമാണ് മണിപ്പൂരിനെ ചോരക്കളമാക്കിയത്. മെയ്തികൾക്കൊപ്പം നിലയുറപ്പിച്ച മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ മാറ്റാൻ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടും BJP ആദ്യം വഴങ്ങിയില്ല എന്നാണ് ആരോപിക്കപ്പെടുന്നത്. മണിപ്പൂർ കത്തിയപ്പോൾ പ്രധാനമന്ത്രിയും മൗനം പാലിച്ചുവത്രേ. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപനം മണിപ്പൂരിനെ വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വ അവസ്ഥയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഉടൻ പിൻവലിച്ച് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് CPM-ന്റെ ആവശ്യം. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ മണിപ്പൂരിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇംഫാൽ താഴ്വരയിൽ തീവ്ര മെയ്തി സംഘടനകൾ പ്രതിഷേധിക്കുമെന്ന സൂചനകൾ ശക്തമാണ്. ഗവർണർ അജയ് കുമാർ ഭല്ലവയുടെ നേതൃത്വത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്നു. നിയമസഭ താൽക്കാലികമായി മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്നതിനാൽ രാഷ്ട്രപതി ഭരണം പിൻവലിച്ച് എപ്പോൾ വേണമെങ്കിലും പുതിയ മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും അധികാരമേൽക്കാനാകും. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.